ഇത്തവണയും കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ വിജയം ആവർത്തിക്കുമെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാകും പ്രചാരണം. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർമാരെ വേർതിരിക്കാനില്ലെന്നും അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ 24-നോട് പറഞ്ഞു. CPIയുടെ കാഞ്ഞങ്ങാട് മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 27,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ CPI സ്ഥാനാർത്ഥി വിജയിച്ച് MLA ആയത്. ഇത്തവണ ആ വിജയം ആവർത്തിക്കും, ശുഭപ്രതീക്ഷയിലാണ്. തീർച്ചയായും ആ വിജയം ആവർത്തിക്കും എന്ന പ്രതീക്ഷയിലാണുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികളും എല്ലാം കേരളത്തിലെ ജനങ്ങളുടെ വലിയ അംഗീകാരവും സ്വീകാര്യതയും നേടിയെടുത്ത കാര്യങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം ഉണ്ടാകും. അതിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് അസംബ്ലി മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. പൊതുവെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് UDF വലിയ രീതിയിലുള്ളൊരു ന്യൂനപക്ഷ ഏകീകരണത്തിനും വർഗീയ ധ്രുവീകരണത്തിനും ശ്രമിക്കുന്നു എന്നൊരു ആരോപണം അത് LDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. SIRമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടുണ്ട് എന്ന് മുസ്ലിം ലീഗ് തന്നെ സമ്മതിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തെയൊക്കെ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ നേരിടുക? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് കാലത്തും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളും നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു മാതൃകാപരമായ ആ കാര്യത്തിൽ മാതൃകാപരമായ ഒരു നിലപാടാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും. വലിയ ആത്മവിശ്വാസത്തിലാണ് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിലുള്ളത്. എന്തായാലും എല്ലാവിധ വിജയാശംസകളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.